കർത്താവിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ 27-ാം അധ്യായത്തിലോട്ട് കടക്കുകയാണ്. അതിന് മുൻപ് 26-ാം അധ്യായത്തിലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഏസാവിൻ്റെ നഷ്ടങ്ങൾ, യാക്കോബിൻ്റെ ഇളയ മകനായ യാക്കോബിൻ്റെ കൗശലങ്ങൾ, റെബേക്ക അമ്മയുടെയും കൗശലങ്ങൾ. മാതാവ് ഇളയ മകനെ പൂർണ്ണമായി അതിരറ്റ് സ്നേഹിക്കുന്നു. മൂത്ത മകനെ അതുപോലെ സ്നേഹിക്കുന്നില്ല, നിരാകരിക്കുന്നത് പോലെയാണ് ജീവിതം. ഇസഹാക്കാട്ടെ അപ്പനാകട്ടെ എന്തു ചെയ്യുന്നു? ഭക്ഷണത്തിൻ്റെ രുചിയും അതിൻ്റെ ആസ്വാദുമൊക്കെയാണ് അദ്ദേഹത്തിന് താല്പര്യം. അതുകൊണ്ട് ആ ഭക്ഷണപ്രിയം, അങ്ങനെ രുചിയുള്ള ആഹാരം കഴിക്കുന്നതിന് വേണ്ടി മൂത്ത മകൻ അതൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത് കൊണ്ട് മൂത്ത മകനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു. അവസാനം അത് ദുഃഖത്തിനിടയാക്കുന്നു. ഒരിക്കലും മക്കളെ മാതാപിതാക്കൾ അതിരുവിട്ട് ഏതെങ്കിലും മക്കളെ വേർതിരിച്ച് അങ്ങനെ സ്നേഹിക്കരുത്. അത് വലിയ ദുഃഖത്തിന് ഇടയാകും. അങ്ങനെ ദുഃഖത്തിന് ഇടയാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് ഒരു വിധത്തിലല്ല പല വിധത്തിൽ അത് ദുഃഖത്തിന് ഇടയാകും. ആറ് വിധത്തിൽ ഉള്ള ദുഃഖങ്ങൾ നമ്മളെ അതിൽ കാണാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് നോക്കാം. മക്കളെ വേർതിരിച്ചാൽ അങ്ങനെയാൽ അത് 6 വിധത്തിലുള്ള ദുഃഖങ്ങൾ മാതാപിതാക്കളിലും അവരിലും സമൂഹത്തിലും ഉണ്ടാകും. 1, മക്കൾ തമ്മിൽ. 2, മാതാപിതാക്കൾ തമ്മിൽ. 3, മക്കളും മാതാപിതാക്കൾ തമ്മിലും. 4, മക്കളുടെ ആത്മീയ വശങ്ങളിലും ഇത് പ്രതിഫലിക്കാതില്ലാതായിപ്പോയി. ഇവിടെ ഏസാവിനും പറ്റിയത് അതാണ്. 5, കുടുംബത്തിൻ്റെ മൊത്തം ആത്മീയ വശങ്ങളിലെ ഈ പ്രശ്നങ്ങൾ ബാധിക്കും, ദുഃഖങ്ങളായിത്തീരും. കുടുംബത്തിൻ്റെ മൊത്തം ആത്മീയ വശങ്ങൾ നഷ്ടപ്പെടും. ഇവിടെ ഇസാക്കിൻ്റെയും റെബേക്കായുടെയും കുടുംബത്തിൽ അതാണ് കാണാൻ കഴിയുന്നത്. ആത്മീയ വശങ്ങളിൽ അവർ നിഷ്കളങ്കരായിരുന്നുവെങ്കിൽ അവർക്ക് ഈ തെറ്റുകൾ സംഭവിക്കില്ലായിരുന്നു. അബ്രാഹാം എപ്പോഴും തെറ്റുകൾ, സംശയങ്ങൾ വരുമ്പോൾ ദൈവത്തോട് ചോദിച്ച് ഒരു സുഹൃത്തിനോടെന്ന പോലെ ചോദിക്കുകയും ദൈവം അതുപോലെ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് നയിച്ചു കൊണ്ടിരുന്നു. തെറ്റുകൾ ചെറുതൊക്കെ പറ്റി, എന്നാലും അന്ത്യകാലത്ത് അവസാന കാലത്തോടടുത്തപ്പോൾ അബ്രഹാത്തിന് തെറ്റുകളൊന്നും പറ്റിയിട്ടില്ല. കാരണം ദൈവം നയിക്കുക, എല്ലാം ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. ദൈവത്തോട് ചോദിക്കും, ദൈവം കൂടെ സംസാരിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇവിടെ ഇസഹാക്കിന് അത് സാധിക്കുന്നില്ല. കാരണം എന്താ? ഇസഹാക്ക് കഴിയുന്നത് സ്വന്തമായിട്ടുള്ള ഒരു ബുദ്ധിയിലും ശക്തിയിലും നേട്ടത്തിലുമല്ല, അബ്രഹാത്തിൻ്റെ പിതാവിൻ്റെ നേട്ടത്തിലാണ് അവിടെ കഴിയുന്നത്. പിതാവിൻ്റെ സ്ഥാനപ്പേരിലാണ് കഴിയുന്നത്. പിതാവിൻ്റെ സ്വത്തുക്കളാണ്, എണ്ണമറ്റ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു പിതാവിന്, അബ്രഹാമിന്. അപ്പോൾ അതിലാണ് കഴിയുന്നത്. അപ്പോൾ സ്വന്തമായിട്ടുള്ള നന്മകളൊന്നും കണ്ടെത്താനാകാതെ പിതാവിൻ്റെ നന്മയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ ആർക്കായാലും ഇങ്ങനെയുള്ള തെറ്റുകൾ പറ്റും. ആ ദൈവമായിട്ടുള്ള ബന്ധം അപ്പോൾ വിട്ടുപോകും. നമ്മൾ സ്വന്തമായിട്ടുള്ള നന്മ, ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം, അത് ഉണ്ടാകണം. അപ്പോൾ അത് അല്ലാതെ വരുമ്പോൾ നമ്മൾക്ക് തെറ്റുകളാണ് സംഭവിക്കുന്നത്, വലിയ ദുഃഖത്തിനിടയാകും. അതാണ് ഇവിടെ ഇസഹാക്കിനും റെബേക്കായ്ക്കും പറ്റിയത്. ദൈവത്തെ മാറ്റി നിർത്തേണ്ടുന്ന ഒരു ഘട്ടം ആ ജീവിതത്തിൽ വന്നുപോയി. ആദ്യകാലത്തും അവരെ അത് തന്നെ പിന്തുടർന്നു. നമുക്ക് കാണാം, ഇസഹാക്കിന് 26 തന്നെ 34 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 40 വയസ്സായ ഏസാവ് അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തു. ഇപ്പോൾ ഏസാവ് ഹിത്യനായ ബേരിയുടെയും യൂതിൻ്റെയും ഹിത്യനായ ഏലോണിൻ്റെയും പുത്രി ബാസ്മത്തിനെയും വിവാഹം ചെയ്തു. അവർ ഇസ്ഹാക്കിൻ്റെയും റെബേക്കായുടെയും ജീവിതം ദുഃഖപൂർണ്ണമാക്കി. എന്തുകൊണ്ടാണ് ഏസാവിന് അങ്ങനെ വന്നത്? ഏസാവിനെ ആവശ്യത്തിന് അമ്മ സ്നേഹിച്ചില്ല.
സ്നേഹം കിട്ടിയില്ല. അപ്പൻ്റെ സ്നേഹത്തിൽ മതിമറന്ന് നടന്നതാണ് തൻ്റെ സ്ഥാനമഹിമകളെല്ലാം മറ്റുള്ള അനിയന് വിട്ടുകൊടുത്തത് നിസ്സാരമായിട്ട് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഏതെങ്കിലും സ്ത്രീ അത് പറഞ്ഞു കൊടുക്കണമായിരുന്നു, അപ്പൻ പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് അവിടുത്തെ ആ നാട്ടുകാരായ സ്ത്രീകളെ തന്നെ അന്യ ദൈവങ്ങളെ സങ്കല്പ ദൈവങ്ങളെ ആരാധിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് 2 യുവതികളെ വിവാഹം കഴിച്ചു. അപ്പോൾ അങ്ങനെ ദൈവം ഇത് വിലക്കിയിരിക്കുകയാണ്, അത് പാടില്ല. ദൈവമനുഷ്യർക്ക് ആ ദൈവമക്കളെ തന്നെയാണ് വിവാഹം കഴിക്കേണ്ടത്. ആ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ദൈവമക്കളെന്ന് പറയുമ്പോൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ജനങ്ങൾ, ദൈവജനതയിൽ നിന്നാണ് എടുക്കേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ഉൽപ്പത്തിയിൽ ദൈവം അതിവിടെ 2 സ്ത്രീകളെ 2 യുവതികളെ വിവാഹം ചെയ്തു. പിന്നെയും കാണുന്നുണ്ട് 28:9 പറയുന്നുണ്ട് വീണ്ടും വിവാഹം ചെയ്യുന്നു. എന്തിനാ? അപ്പന് തൃപ്തി. ആദ്യത്തെ വിവാഹത്തിൽ അവിടുത്തെ ആ വർഗത്തിൽ നിന്ന് 2 സ്ത്രീകളെ വിവാഹം ചെയ്തപ്പോൾ ആ നാട്ടിലെ അപ്പന് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അപ്പന് ഇഷ്ടപ്പെട്ടത് തന്നെ, അതായത് ഇസാക്കിൻ്റെ മൂത്തവരാണ് ഇസ്മായേൽ. അബ്രാഹത്തിനുണ്ടായതാണ്, വേറൊരു ഭാര്യയിലായാലും വെപ്പാട്ടിയിലായാലും ഉണ്ടായതാണ്. അപ്പോൾ വെപ്പാട്ടിയിലുണ്ടായ മകനായാലും അത് മൂത്തതായിരുന്നു. അത് കഴിഞ്ഞാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ആ ബന്ധം നിലനിർത്താനും പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് അവിടെ ചെന്നൊരു വിവാഹവും കൂടെ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നിന് പകരം എത്രയായി? 3 വിവാഹം. യാക്കോബ് 4 കഴിക്കുന്നുണ്ട്. അവിടെ ചെന്ന് ബെത്തുവേലിൻ്റെ ലാബാൻ്റെ മക്കളെ 2 പേരെ വിവാഹം കഴിക്കുന്നു. 2 മക്കളെ വിവാഹം കഴിക്കുന്നു. കൂടാതെ അവരുടെ 2 പേരുടെയും ദാസിമാരെ 2 പേര്, അങ്ങനെ 4 പേര്. അപ്പം ഇവിടെ ഏസാവിന് 1 കുറവെങ്കിലും ഉണ്ട്. പക്ഷേ ദൈവം എങ്ങനെയാണ് നിശ്ചയിച്ചത്? നമ്മൾ ഉൽപ്പത്തി 1 നമ്മൾ കാണുന്നുണ്ട് 27-28, 2-ാം അധ്യായം 24-25 ഉൽപ്പത്തിയിൽ കാണുന്നുണ്ട്. അത് പ്രകാരം ദൈവം ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിട്ടാണ് സൃഷ്ടിച്ചത്. അവർ തമ്മിലായിരുന്നു വിവാഹം. അവരുടെ ആശീർവാദമാണ് ദൈവം നടത്തിയത്. അത് മരണം വരെ അങ്ങനെയായിരുന്നു. ഒരു പുരുഷൻ ഒരു സ്ത്രീ. ദൈവം അതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നെ വന്ന് പാപം മൂലം ഇത് മനുഷ്യൻ്റെ ഇഷ്ടം പോലെ, അവൻ്റെ പാപതൃപ്തിക്ക് വേണ്ടി ഇഷ്ടം പോലെ ആയിപ്പോയി. ശരീര സുഖത്തിനോ തൃപ്തിക്കോ സന്തോഷത്തിനോ വേണ്ടി ഇഷ്ടം പോലെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ മാറ്റം വന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവും പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 9 വരെ പറയുന്നുണ്ട്. ഉള്ള ഭാഗത്ത് അവർ ഫരിസേയരും നിയമജ്ഞരുമൊക്കെ വന്ന്, ജനപ്രമാണികളുമൊക്കെ വന്ന് ചോദിക്കുന്നു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് മോശ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ നിയമവശം എന്താണെന്ന്. കാരണം യേശുവിനെ അപകീർത്തിപ്പെടുത്താനും കുറ്റങ്ങൾ ആരോപിച്ച് അറസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ യേശു എന്താണ് പറയുന്നത്? ആദ്യം മുതലേ ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ്. അത് ആദ്യം മുതലേ അങ്ങനെ തന്നെയായിരുന്നു ദൈവം തീരുമാനിച്ചത്. അതിന് മാറ്റം വരുത്തിയത് നിങ്ങളുടെ പാപം, കാഠിന്യ ഹൃദയം മൂലം മാറ്റം വരുത്തി. ഭാര്യയെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് അനുമതി തന്നു. അതാണ് നിങ്ങൾക്ക് അനുമതി തന്ന ഇതുകൊണ്ടാണ്, നിങ്ങളുടെ കഠിന ഹൃദയം മൂലമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും സാധ്യമല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്താണ് പറയുന്നത്? ഇസ്ഹാക്ക് ഇവിടെ 26-ാം അധ്യായം 35 ഗ്രന്ഥകാരൻ അവസാനത്തെ ആ വാക്യം പറയുന്നുണ്ട്. അവർ ഇസ്ഹാക്കിൻ്റെ റെബേക്കായുടെയും ജീവിതം ദുഃഖപൂർണമാക്കി. അന്യ സ്ത്രീകൾ. അവിടെ ഉൽപ്പത്തി 4 ഒക്കെ പറയുന്നുണ്ട്, 6 പറയുന്നുണ്ട് തിന്മ വർദ്ധിക്കുന്നു. തിന്മ വർദ്ധിക്കുന്നത് കൊണ്ടാണ് അവിടെ അവർ ഈ
ഭാഗങ്ങളൊക്കെ ഈ ദൈവം നിശ്ചയിച്ച ആ നിയമങ്ങൾ മാറിപ്പോയത്. മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്തവരും അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായിട്ട് സ്വീകരിച്ചു. ദൈവപുത്രൻ എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ മാത്രം, സത്യത്തെ മാത്രം അറിഞ്ഞ്, സത്യദൈവത്തെ മാത്രം അറിഞ്ഞ് ആരാധിച്ച് ജീവിക്കുന്നവർ. മറ്റവരെ അണിഞ്ഞൊരുങ്ങി മേക്കപ്പൊക്കെ ഇട്ട് നടക്കുമ്പോൾ അവർക്ക് കൂടുതൽ അഴക് തോന്നി. അപ്പോൾ അവരിൽ ആകർഷകരായി അവരങ്ങോട്ട് പോയി. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ദൈവമായ കർത്താവ് പറഞ്ഞ 3-ാം വാക്യം, എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുക ഇല്ല. അവൻ ജഡമാണ്, അവൻ ആ ജഡത്തിൻ്റെ സൗന്ദര്യമാണ് അവൻ ആഗ്രഹിക്കുന്നത്, ദൈവാത്മാവിൻ്റെ സൗന്ദര്യമല്ല. അവൻ്റെ ആയുസ് 120 വർഷമായിരിക്കും എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ അതുപോലാണ് ഇവിടെ മനുഷ്യപുത്രിമാർ എന്ന് പറയുമ്പോൾ സത്യം എന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്ത ജനതകളുടെ ഇടയിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോൾ, അവരുമായിട്ടുള്ള വിവാഹബന്ധത്തിലാകുമ്പോൾ, കുടുംബ ബന്ധത്തിലാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ഗ്രന്ഥകാരൻ ഇവിടെ പറയുന്നതാണ്, ഇതുകൊണ്ട് അവരുടെ ജീവിതം ദുഃഖപൂർണമായി, അച്ഛൻ്റെയും അമ്മയുടെയും. കാരണം എന്താണ്? ഇങ്ങനെയുള്ള ഒരു ബന്ധം വന്നതുകൊണ്ട്. നമ്മൾക്കൊരു പാഠമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മറന്ന് ഇന്ന് നമ്മളുടെ ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കാൻ നമുക്കതങ്ങനെ നിയമമുണ്ടല്ലോ, അവരെ ഇങ്ങോട്ട് ചേർത്ത് നമ്മൾക്ക് കെട്ടിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. അവർ സത്യം അറിയണം. സത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവവചനമാണ്, വിശുദ്ധ ബൈബിളാണ്, വിശുദ്ധ ഗ്രന്ഥമാണ്. അതറിഞ്ഞ് ദൈവത്തെയും അറിഞ്ഞ് സേവിച്ച് ജീവിക്കുന്നവരിൽ നിന്ന് വേണം വിവാഹം കഴിക്കാൻ. അവരങ്ങനെ വരുമ്പോൾ അവരിൽ നിന്ന് വിവാഹം കഴിക്കാൻ നമുക്ക് ഇന്ന് നിയമമുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാതെ ചിലർ ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കുടുംബങ്ങൾ നഷ്ടപ്പെടുന്നത്. എന്നിട്ട് മക്കൾ അവരുടെ ഉണ്ടാകുന്ന ദുരിതങ്ങളിൽ മാതാപിതാക്കൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇസാക്കിൻ്റെ റെബേക്കായുടെയും കൂട്ട് ദൈവത്തെ അവിടെ പകർന്നു കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർക്കത് പറ്റിയത്. അതുകൊണ്ട് നമ്മളിത് ചിന്തിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ ദൈവം വെറുക്കുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. അപ്പം മത്തായി 19:3 മുതൽ 9 വരെ ഞാൻ പറഞ്ഞ ആദിയിലെ ദൈവസങ്കല്പം അത് പ്രാവർത്തികമാക്കണം. നമ്മൾ എന്തുവാ? ദൈവത്തെ അറിയുന്നവരുമായിട്ട്, ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിട്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോടു കൂടി ചേർന്ന് ജീവിക്കാനാണ് അവരെ ആദ്യമായിട്ട് സൃഷ്ടിച്ച ദൈവം അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്കറിയാം ദൈവം അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ സഞ്ചരിക്കുക, അവരുടെ കൂടെ നടക്കാൻ ഇറങ്ങുകയായിരുന്നു. അപ്പോൾ അവർ പാപത്തിലായപ്പോൾ അത് പിന്നെ ദൈവമായിട്ടുള്ള ബന്ധം പോയി. കാരണം പാപത്തിൽ എല്ലാം തന്നെ മാറ്റം വന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവസങ്കല്പം പ്രാവർത്തികമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ദൈവകൽപ്പനകളെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ഓരോരുത്തരുടെ സൗകര്യത്തിന് വേണ്ടി അവർ ഒത്തതാക്കി അങ്ങനെ ആരാധിക്കുന്ന ദൈവത്തെ, സത്യദൈവത്തെയാണ് ആരാധിക്കുന്നതെന്നും പറഞ്ഞ് ആരാധിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ആ തെറ്റുകൾ തിരുത്തി ആദിയിലെ ദൈവസങ്കല്പം നമ്മളെ പഠിപ്പിച്ച് അവിടെ ഒറ്റ കൽപ്പനയാണുള്ളത്. മറ്റ് പല വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കാനില്ല. ഒറ്റ ദൈവമാണ്, ഒറ്റ ദൈവം തന്നെ നയിക്കുന്നതാണ്. അത് ആദ്യം മുതൽ ഇന്ന് വരെയുമുണ്ട്. അല്ലാതുള്ളതിനെ നമുക്ക് സ്വീകാര്യമില്ല. അതുകൊണ്ടാണ് മറ്റുള്ളതിൽ നിന്ന് വിവാഹം കഴിക്കാൻ സഭ വിലക്കിയിരിക്കുന്നത്. അപ്പോൾ യേശു ഭൂമിയിൽ ഇത് വന്ന് പറഞ്ഞതെന്തിനാ? ദൈവത്തിൻ്റെ ആ സങ്കല്പം, ആദിയിലെ സങ്കല്പം പൂർത്തീകരിക്കാനാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിയമത്തെയോ പ്രവാചകന്മാരെ ഇല്ലാതാക്കാനല്ല, അത് പൂർത്തീകരിക്കാനാണ് വന്നത്, അത് പൂർണ്ണമാക്കാനാണ്. അത് മനുഷ്യൻ്റെ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അതെല്ലാം മാറ്റി ആ കൽപ്പന പൂർണ്ണമാക്കാനാണ്
ഞാൻ വന്നത് എന്നാണ് ആ നിയമജ്ഞരോടും ഫരിസേയരോടും പറഞ്ഞത്. അപ്പോൾ അതുപോലെ ആ മലയിലെ പ്രസംഗവും ഇത് തന്നെയാണ് പറയുന്നത്. അവിടെയും ദൈവകൽപ്പനകൾ ഉണ്ടായിരുന്നു. ദൈവകൽപ്പനകളായാണ് വ്യാഖ്യാനിക്കുകയാണ് കർത്താവ് അവിടെ ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 5 അധ്യായത്തിൽ ആ മലയിലെ പ്രസംഗങ്ങൾ 4, 5 അധ്യായങ്ങൾ നല്ലപോലെ വായിക്കണം. വായിച്ച് 6 അധ്യായങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അത് മനസ്സിലാക്കും ദൈവസങ്കല്പം എങ്ങനെയായിരുന്നുവെന്ന്. അല്ലാതെ പിന്നീട് ഇങ്ങോട്ട് യഹൂദ മതത്തിൽ അവർ അവരുടെ ഇഷ്ടത്തിന് ഇതുപോലെ വ്യാഖ്യാനിച്ച് പോയി തെറ്റായിട്ട്. കാരണം അവരുടെ സന്തോഷത്തിനും അവരുടെ ശരീരത്തിൻ്റെയും അവരുടെ ഭവനത്തിൻ്റെ സുഖത്തിനു വേണ്ടി അവർ അതിനെ വ്യാഖ്യാനിച്ച് നശിപ്പിച്ച് കളഞ്ഞു, ദൈവാംശം ഇല്ലാതാക്കിയിരുന്നു. അപ്പോൾ കർത്താവ് ദൈവരാജ്യ വീക്ഷണം കർത്താവ് പറഞ്ഞത് ഇതാണ്. അപ്പം നമുക്ക് വീണ്ടും കൊണ്ട് നിയമാവർത്തനം പുസ്തകത്തിലുമൊക്കെ ഇത് വളരെ അധികം നല്ലപോലെ വിവരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ഭാഗം നമുക്ക് പറയാം. ഇനി ഇവിടെ യാക്കോബിന് അനുഗ്രഹം 27 പറയുന്നത്, ഇസ്ഹാക്കിന് പ്രായമായി, കണ്ണിന് കാഴ്ച കുറഞ്ഞു. അവൻ മൂത്ത മകൻ ഏസാവിനെ വിളിച്ചു, എൻ്റെ മകനെ ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. ഇസ്ഹാക്ക് പറഞ്ഞു, എനിക്ക് വയസ്സായി എന്നാണ് ഞാൻ മരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിൻ്റെ ആയുധങ്ങളായ അമ്പും വില്ലും എടുത്ത് വയലിൽ പോയി വേട്ടയാടി കുറച്ച് കാട്ടിറച്ചി കൊണ്ടുവരിക. എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാചകം ചെയ്ത് എൻ്റെ മുൻപിൽ വിളമ്പുക. അത് ഭക്ഷിച്ചിട്ട് ഭക്ഷിച്ചിട്ട് മരിക്കും മുൻപേ നിന്നെ ഞാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. ഇവിടെ ഇസ്ഹാക്ക് കണ്ണ് കാണാൻ വയ്യ, പ്രായമായി. ഇവിടെ നമ്മൾ അതുപോലുള്ളവരെയൊക്കെ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഹേലിയെ കാണുന്നുണ്ട്. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഹേലി എങ്ങനെയായിരുന്നു? അത് കണ്ണുമൊന്നും കാണാൻ വയ്യാതെ അവസാനം ഒരുപാട് ദുഃഖിച്ച്. എന്താ മക്കളെ ശരിയായിട്ട് വളർത്തിയില്ല. അതുപോലെയാണ് ദൈവത്തിൽ നിന്നാകുന്ന മക്കളെല്ലാം ദൈവത്തിൽ നിന്നാകുന്ന പല വഴിക്ക് പോയി. അതുപോലെയാണ് ഇവിടെ ഇസ്ഹാക്കും റബേക്കയും മക്കളെ ശരിയായിട്ടുള്ള ദൈവബോധത്തിലല്ല വളർത്തിയത്. ഏതാണ്ട് പോലെയൊക്കെ അറിയാം ഇന്ന് നമ്മൾ ചെയ്യുന്ന പോലെ. ഏതാണ്ടൊക്കെ പോലെ നമ്മൾ ഞായറാഴ്ചകളിൽ പോയി വിശുദ്ധ കുർബാന കാണുന്നു. ചിലർ അല്ലാത്ത ദിവസങ്ങളിലും പോയി വിശുദ്ധ കുർബാന പങ്കുകൊള്ളുന്നുണ്ട്. കാണുകയല്ല, പങ്കുകൊള്ളുന്നുമുണ്ട്, അത് സ്വീകരിക്കുന്നുമുണ്ട്. പക്ഷേ അത് ഏതാണ്ട് പോലെയൊക്കെയാണ്. അതിൻ്റെ പൂർണ്ണ അംശത്തിലും പൂർണ്ണ സാരാംശത്തിലും അല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് അവരിൽ എപ്പോഴും അങ്ങ് തെറ്റുകളാകുന്നത്. പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ദൈവാലയ കെട്ടിടത്തിൽ അവിടെ വെച്ച് തന്നെ അവർ തെറ്റ് ചെയ്യുന്നു. മനുഷ്യരെ കണ്ടാൽ സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ മറ്റു സമൂഹത്തിൽ ആ കൂട്ടത്തിൽ വന്നിരിക്കുന്നവരെ കണ്ടാൽ അറിയത്തില്ല. അവർക്കൊരു സഹായം, ഒരു ചെറിയ സഹായം, ഒരു വാഹനത്തിൽ ഒരു ലിഫ്റ്റ് കൊടുക്കാൻ പോലും അവർക്ക് സാധിക്കാത്തവരാണ്. തങ്ങൾക്കുള്ളവരല്ലല്ലോ അവർ എന്നുള്ള ഒരു ബോധ്യമാണുള്ളത്. അങ്ങനെയുള്ള വിചാരത്തിലൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ എത്ര പേരാണ്? അപ്പോൾ അവർക്ക് എന്തുവാണ്? ഒരു പാവപ്പെട്ട അവിടെ വഴിക്ക് കണ്ടാൽ അവൻ എന്തെങ്കിലും സഹായം അവന് ചെയ്യുമോ? ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. കാരണം എന്താ? അത് എനിക്കുള്ളതാൽ ഞാൻ കഷ്ടപ്പെട്ടത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ആണെങ്കിൽ പിന്നെ ഞാൻ ചെയ്തല്ല. അന്യർക്ക് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള വിധത്തിലുള്ള ചെയ്യുന്നതാണ്. ഇനിയും ചിലർ ചെയ്യുന്നുണ്ട്. അന്യരാരെങ്കിലും ഭിക്ഷക്കാരാരെങ്കിലും ധർമ്മത്തിന് ആരെങ്കിലും വന്നാൽ ചിലപ്പോൾ കൈയച്ച് ചെയ്യുന്നതിനുള്ളതായിരിക്കും. പക്ഷേ മറ്റുള്ളവർ ആ സമൂഹത്തിൽ തന്നെ വന്നിരിക്കുന്നവരെ, ആ ദിവ്യബലിയിൽ പങ്കുകൊണ്ടവരെ, അവരിലെ ആവശ്യക്കാരെ അറിയത്തില്ല, പുച്ഛിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് നന്മയുള്ളത്? തിന്മയായിട്ടേ ഉള്ളത്. ദിവ്യബലി കണ്ടതും അതിൽ അത് കാണുകയാണ് ചെയ്തത്. അതാണ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞത്. അതിൽ പങ്കുകൊണ്ടിട്ടില്ല. പങ്കുകൊണ്ടെന്നുള്ളത് ഭാവിക്കുകയാണ്, അഭിനയിച്ചാണ്. ദൈവം അതിന് നിങ്ങൾക്ക് വിലയിടുന്നില്ല, അനുഗ്രഹങ്ങൾ ഇടുന്നില്ല, ചെയ്യത്തില്ല. അപ്പോൾ മക്കളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ആണ് ഇങ്ങനെ രുചികരമായ ഭക്ഷണം കഴിച്ചിട്ട് അനുഗ്രഹിച്ച് മരിക്കാനാണ് ആഗ്രഹിച്ചത്. നമ്മൾ നിയമാവർത്തനം പുസ്തകത്തിൽ പറയുന്നുണ്ട്. മോശയുടെ 34 അധ്യായം 7-ാം വാക്യത്തിൽ മോശയുടെ കണ്ണ് മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. എന്താ കാരണം? എന്താ മോശയുടെ കണ്ണ് മങ്ങാത്തത്, ശക്തി ക്ഷയിക്കാത്തത്?
അവസാന ശ്വാസം വരെയും ദൈവത്തിൻ്റേതായിരുന്നു. മോശയുടേതായിട്ട് സ്വന്തമായിട്ടൊന്നുമില്ല. കാരണം എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തത്. ദൈവം തന്നെയാണ് മോശയും ദൈവമായിട്ട് ഒരു വേർതിരിവില്ലാതെ വ്യത്യാസമില്ലാതെ അവിടുന്ന് ജീവിച്ചു. ഞാൻ ജീവിക്കുന്നെങ്കിൽ അത് ദൈവത്തിലായിരിക്കണമെന്ന് മോശ ശഠിച്ചു. എപ്പോഴും ഞാനൊന്ന് അനങ്ങണമെങ്കിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. ആ ഒരു ചിന്ത. അതുകൊണ്ട് ദൈവത്തിന് ജരാനരകളൊന്നുമില്ല. അതുപോലെ മോശയ്ക്കും ഇല്ലായിരുന്നു. മോശയുടെ കണ്ണൊന്നും കാഴ്ചയൊന്നും മങ്ങിയിട്ടില്ലായിരുന്നു. അതുപോലെയല്ല ഇവിടെ ഇസ്ഹാക്കിന് റബേക്കായ്ക്കും പറ്റിയത്. ഇസ്ഹാക്കിന് പറ്റിയത് ഈ ഒരു വീഴ്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഏലിയുടെയും ഒക്കെ കാര്യം പറഞ്ഞതുപോലെ. കൂടുതൽ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് വിവരിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ എന്നിട്ട് ഏസാവിൻ്റെ രുചികരമായ ഭക്ഷണം കഴിച്ചിട്ട് അനുഗ്രഹിക്കാതിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ഭാര്യ കൗശലക്കാരിയായ ഒരു കള്ളിയായ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. റബേക്ക ഭാര്യ ഭർത്താവ് ജീവന് തുല്യം സ്നേഹിക്കുകയാണ് റബേക്കായെ. അത്രയും വിശ്വസിച്ച് സ്നേഹിച്ച് കൊണ്ട് നടക്കുന്ന ഭാര്യയെ കൂടെ ജീവിക്കുകയാണ്. പക്ഷേ ഈ കള്ളത്തരം റബേക്ക ചെയ്യുന്ന കള്ളത്തരമൊന്നല്ല, അതൊരു വലിയ ക്രൂരതയാണ്. ഇത്രയും സ്നേഹിച്ച് ജീവിക്കുന്ന ഭർത്താവിനെ, സ്നേഹിച്ച് വിശ്വസിച്ചിരിക്കുന്ന ഭർത്താവിനെ ചതിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ഒരു മകനെ മാത്രം സ്നേഹിച്ച് ആ മകന് വേണ്ടി സർവ്വതും പിതാവിൽ നിന്ന് ജരാനരകൾ ബാധിച്ച പിതാവിൽ നിന്ന് തട്ടിയെടുത്ത് മകന് കൊടുക്കാൻ വേണ്ടി മറ്റേ മകനെ സൂത്രത്തിൽ കളയുക എന്നുള്ളത് അതൊക്കെ വലിയ തെറ്റാണ്. ഒരു കുടുംബത്തിൽ, ഓരോ കുടുംബങ്ങളിൽ നടക്കുന്നത് ഒക്കെ ഇന്ന് ഒരു പക്ഷേ കാണും. ഞാൻ ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ, കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഒരു ദൈവജനത്തിന് പറ്റിയതില്ല. അതുകൊണ്ടാണ് ദൈവത്തെ അറിഞ്ഞ് മക്കൾക്ക് ദൈവത്തെ പകർന്നു കൊടുത്ത് ജീവിക്കണം ഓരോ ദിവസവും. അപ്പോൾ അവർ വഴിതെറ്റത്തില്ല. അവരും മാതാപിതാക്കൾ അങ്ങനെ പക്ഷഭേദം കാണിച്ചാലും അവർ തമ്മിൽ ഒരിക്കലും വഴിതെറ്റത്തില്ല, അങ്ങനെ പക്ഷഭേദം ഉണ്ടാകത്തില്ല എന്ന് കാണാൻ പറ്റും. കടുത്ത ക്രൂരതയാണ് കാണിക്കുന്നത്. അപ്പം ആ 27:10 വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, ഇത് അമ്മ ഈ കൗശലമൊക്കെ പ്രയോഗിക്കുമ്പോൾ എന്തുവാ ഏസാവിനോട് പറഞ്ഞ പോലെ നീ അതെല്ലാം കൊണ്ടുവന്ന് വേട്ടയിറച്ചിയൊക്കെ കൊണ്ടുപോവാ, എനിക്ക് കൊണ്ടുവന്ന ഭക്ഷണം പാചകം ചെയ്ത് തരുമോ, രുചിയായിട്ട് ഭക്ഷിച്ചിട്ട് ഞാൻ മരിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അമ്മയുടെ കൗശലം ഉടൻ തന്നെ ഉണ്ടായി. അവനെ വിളിച്ചു, യാക്കോബിൻ്റെ തന്നെ പ്രിയപ്പെട്ട മകനെ വിളിച്ചു, പറഞ്ഞു നീ ചെന്ന് ആട്ടിൻകുട്ടികളെ പിടിച്ചുകൊണ്ട് വന്ന് അത് 2 ആട്ടിൻകുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് അത് പാചകം ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നീ ഇതും കൊണ്ട് പിതാവിൻ്റെ അടുത്ത് ചെല്ലണം. അപ്പോഴാണ് 10 വാക്യത്തിൽ അവൻ പറയുന്നുണ്ട്, അപ്പോൾ ഇതിലെ അമ്മയുടെ ഈ ബുദ്ധിയിലെ അപായം മണക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, അത് യാക്കോബ് ചോദിക്കുന്നത് ഈ 11 വാക്യം, ഏസാവ് ശരീരമാകെ രോമമുള്ളവരാണ്, എന്നാൽ എൻ്റെ ദേഹം മിനുസമുള്ളതാണ്. പിതാവ് എന്നെ തൊട്ട് നോക്കുകയും ഞാൻ കബളിപ്പിക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ അമ്മയുടെ ഈ ബുദ്ധിക്ക് അനുഗ്രഹത്തിന് പകരം എനിക്ക് ശാപമായിരിക്കും കിട്ടുന്നത്. എന്നേക്കും ശാപം പേറി ഞാൻ ദൈവത്തിൽ നിന്ന് നിഷ്കാസിതനായി തീരും. അപ്പോൾ അവനത് ബുദ്ധി അപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ യാക്കോബ് ചെയ്യുന്നതെല്ലാം ബുദ്ധിയായിട്ട് ആലോചിച്ച് പൂർണ്ണ ബോധത്തോടെയാണ് ഈ തെറ്റുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് യാക്കോബിനെ, ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പിതാക്കന്മാരെ പറ്റി പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഞാൻ ചെറുതായിട്ട് ഇതിന് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കൗശല ബുദ്ധിക്കാരനും ക്രൂരനും സഹോദരനെ പോലും പീഡിപ്പിക്കുന്ന ഒരുതരം പീഡനമാണ്, ക്രൂരത കാണിക്കുകയാണ്. അതിൽ സന്തോഷമായിട്ട് കൗശലപൂർവ്വം അവൻ്റെ വകകളെല്ലാം തട്ടിയെടുക്കുകയും ചെയ്യുന്ന, അങ്ങനെ സന്തോഷിക്കുന്നവന് എന്തുകൊണ്ടാണ് അവനെയാണ് ദൈവം ഗോത്രപിതാവായിട്ട് തിരഞ്ഞെടുത്തത്, യാക്കോബിനെ എടുത്തത് എന്നുള്ളതിന് ഉത്തരമുണ്ട്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണ്. ദൈവത്തിന് അതിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ
എന്നിട്ട് പറയുന്നുണ്ട്, നീ കൊണ്ടുപോവാ, അപ്പോൾ എന്നെ തൊട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം എനിക്ക് ശാപമായിരിക്കും. അമ്മ പറഞ്ഞു, ആ ശാപം എൻ്റെ മേലെ ആയിരിക്കട്ടെ, എൻ്റെ മേലായിരിക്കട്ടെ മോനെ, നീ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്യപ്പോഴും അനുഗ്രഹം എങ്ങനെയെങ്കിലും വാങ്ങിക്കും, ആ ശാപം എൻ്റെ മേലായിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ശാപം എൻ്റെ മേലെ, ഞങ്ങളുടെ മേലെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇവിടെ പുതിയ നിയമത്തിൽ കർത്താവിനെ ക്രൂശിക്കുമ്പോൾ അതിനെ കുരിശുമരണത്തിന് വിധിക്കണം എന്ന് പറയുമ്പോൾ അവരെ ആർത്ത് വിളിക്കുന്നു. അപ്പോൾ പീലാത്തോസ് പറയുന്നുണ്ട്, ഞാൻ കൈ കഴുകിക്കൊണ്ട് പറയും, എനിക്കിതിൽ പങ്കില്ല, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അപ്പോൾ അവർ പറഞ്ഞെന്താ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ തലമുറകൾ ഇങ്ങനെ പരമ്പരകളുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന്. ഇന്നും അത് അവരുടെ പരമ്പരകളുടെ മേലുണ്ടായി അവരനുഭവിക്കുകയാണ്. എവിടെ നിന്നെല്ലാം പീഡനങ്ങൾ വന്ന് അവർ അനുഭവിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് സ്വസ്ഥമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ആയുധം താഴെ വെച്ച് ആയുധം വേണ്ടാന്ന് വെച്ച് ജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ നീതിമാൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും പരമ്പരകളുടെ ഉണ്ടായിരിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. അതുപോലെയാണ് ഇവിടെ റബേക്കായ ഇവിടെ പറയുന്നത്, അത് ഞാൻ ആ ശാപം ഉണ്ടെങ്കിൽ അത് എൻ്റെ മേൽ വീണോട്ടെ, ഞാൻ സഹിച്ചു കൊള്ളാം, പക്ഷേ നീ അനുഗ്രഹം വാങ്ങിക്കണം. അനുഗ്രഹം കൊടുത്തത് പിന്നെ തിരിച്ച് എടുക്കുന്ന പതിവില്ല പിതാക്കന്മാർ എന്നാണ് പറയുന്നത്. അപ്പോൾ അവനെ അമ്മ സൂത്രവിദ്യകളൊക്കെ ചെയ്യുന്നു, ആട്ടിൻതോല് കൊണ്ട് ദേഹമൊക്കെ കഴുത്തു എല്ലാം കയ്യും എല്ലാം പൊതിയുന്നു. എന്നിട്ട് ഏസാവിൻ്റെ ഏറ്റവും മണമുള്ള, ഏസാവിൻ്റെ ഗന്ധം തന്നെയുള്ള ഏസാവിൻ്റെ ഏറ്റവും പുതിയ വസ്ത്രങ്ങളെടുത്ത് പെട്ടിയിൽ അമ്മ അവനെ ധരിപ്പിക്കുന്നു. അങ്ങനെ ഇസാക്കിൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നു. കൊണ്ട് പാചകവും ചെയ്ത് കൊണ്ടുപോയി അവൻ ആഹാരം പിതാവിൻ്റെ മുൻപിൽ കൊണ്ട് എത്തിക്കുകയാണ്. പിതാവേ, എന്നെ ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറയുന്നു 19-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ ഇസ്ഹാക്ക് ശബ്ദം കേട്ട് ചോദിക്കുന്നു, നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. യാക്കോബ് പിതാവിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവേ എന്ന് വിളിച്ചപ്പോൾ ഇതാ ഞാനെന്ന് പറഞ്ഞപ്പോൾ ശബ്ദത്തിന് ഇസാക്കിന് ബോധമുണ്ട്, മനസ്സിലായി. പക്ഷേ എന്നിട്ട് പിതാവ് ഇസാക്ക് വളരെ ബോധപൂർവമാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മകനെ നിനക്കിത്ര വേഗതയൊക്കെ എങ്ങനെ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങയുടെ ദൈവമായ കർത്താവ് ഇതിനെ എൻ്റെ മുമ്പിൽ എത്തിച്ചു. അത് കാര്യം ശരിയാണ്, ആ കർത്താവല്ല കള്ളിയായ അമ്മയാണ് എത്തിച്ചത്. അപ്പോൾ ഇസ്ഹാക്ക് അടുത്ത് വരിക, ഞാൻ നിന്നെ തൊട്ട് നോക്കിയെല്ലാം ശരിയായി. എന്നിട്ട് ഇസ്ഹാക്ക് പറയുന്നുണ്ട്, നീ രോമമൊക്കെ നിറഞ്ഞാണ് ദേഹമൊക്കെ, പക്ഷേ ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ 24-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, സത്യമായും നീ എൻ്റെ മകൻ ഏസാവ് തന്നെയാണോ? അപ്പോൾ ഇസ്ഹാക്ക് പറഞ്ഞു, എൻ്റെ മകനെ നീ എൻ്റെ അടുത്ത് കൊണ്ടുവരിക, തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്നിട്ട് അതിന് പറഞ്ഞു, എന്നിട്ട് ഈ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നിട്ട് അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പറയുന്നു, നീ അടുത്ത് വന്ന് എന്നെ ചുംബിക്കുക. അപ്പോൾ ഇസ്ഹാക്കിന് നല്ല ബോധ്യമുണ്ട് ഇത് എന്തോ കുഴപ്പങ്ങളുണ്ടെന്നുള്ളത്. പക്ഷേ അത് മനസ്സിലാക്കണം, ഈ ഭക്ഷണപ്രിയവും രുചിയും എല്ലാം കൊണ്ട് അത് മനസ്സിലാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ജഡത്തെ തൃപ്തിപ്പെടുത്തുന്നതാണ് ഭക്ഷണപ്രിയം ഉള്ളവർക്ക് ഏത് ആത്മീയ ഗുരുവായാലും അവരിൽ തെറ്റുകൾ സംഭവിക്കും. അവർക്ക് ദൈവമായിട്ട് പൂർണ്ണമായ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. ആ ഭക്ഷണപ്രിയം ഇവിടെ ഇസ്ഹാക്കിന് എന്തുവാണ് സാധിച്ചത്? അവന് ശബ്ദത്തിലറിയാം, പിന്നെ മണത്തിലറിയാം, ഇതെല്ലാം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ അടുത്ത് വന്ന് എന്നെ ഒന്ന് ചുംബിക്കുക. അപ്പോഴേ ഇസ്ഹാക്ക് വിചാരിച്ചു, ചുംബനത്തിൽ അറിയാമല്ലോ, മണത്തിലറിയാം. ശബ്ദം തന്നെ പൂർണ്ണമായിട്ടും ഏസാവിൻ്റേതല്ല, പൂർണ്ണമായിട്ടും യാക്കോബിൻ്റേതാണ്. ഇസ്ഹാക്ക് അവൻ്റെ ഉടുപ്പ് മണത്ത് നോക്കി ചുംബിക്കാൻ കുനിഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു, അത് കാരണം ഈ ഉടുപ്പുകളല്ല യാക്കോബിൻ്റെ ഏസാവിൻ്റെ ഉടുപ്പുകളാണ് യാക്കോബിന് അമ്മ പുതപ്പിച്ചത്, ആ ഉടുപ്പാണ് ഇടിയിച്ചത്. അപ്പോൾ വയലിൻ്റെ മണം തന്നെയാണ് എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മണമാണ് വയലിലെ. കാരണം ഏസാവ് അധ്വാനിയാണ്, അപ്പം മകൻ്റെന്ന് അനുഗ്രഹിച്ചതിൻ്റെ വയലിൻ്റെ മണമാണ് എന്ന് പറയും. കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച മണമാണ്, അധ്വാനത്തിൻ്റെ മണം. അപ്പോൾ ആകാശത്തിലെ മഞ്ഞും ഭൂമിയുടെ ഫലവൃക്ഷം എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏസാവ് വരുമ്പോൾ ഇതൊന്നുമില്ല, അനിയൻ തട്ടിച്ചുകൊണ്ട് പോയി. അമ്മയാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവനെ അറിയാം, മനസ്സിലാവും. പക്ഷേ അമ്മയെടുത്ത് അവൻ
ഒന്നിനും പോകുന്നില്ല, ക്രുദ്ധനാകുന്നില്ല. കാരണം എന്താ, മാതാവിനെ നമ്മളെ എന്തെല്ലാം തെറ്റുകളുണ്ടായാലും മാതാവിനെ വെറുക്കുന്നവന് വെറുക്കാൻ പാടില്ല. ഇവിടെ സുഭാഷിതങ്ങളെല്ലാം പറയുന്നുണ്ട്, മാതാവിനെ വെറുക്കുന്നവന് ആരായിത്തീരുമെന്ന്. അപ്പോൾ ആ തെറ്റുകൾ ഇവിടെ ഏസാവ് ചെയ്യുന്നില്ല. സുഭാഷിതങ്ങൾ അതിന് ശേഷമാണ് ഉണ്ടായതെങ്കിലും മാതാവിനെ വെറുക്കാൻ പാടില്ല, പിതാവിനെയും വെറുക്കാൻ പാടില്ല എന്നുള്ള ആ തത്വം അവൻ സ്വീകരിച്ചു അവസാനം വരെയും. എന്നിട്ട് ഏശാവ് വരുന്ന ഇതെല്ലാം നായാട്ടിറച്ചിയും പാചകം ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം അറിയുന്നുണ്ട്. ഇസാക്ക് സർവ്വാനുഗ്രഹങ്ങളും അവന് കൊടുത്തു. ഭൂമിയുടെ സർവ്വാനുഗ്രഹങ്ങളും എല്ലാം, കുടുംബത്തിൻ്റെ സർവ്വാനുഗ്രഹങ്ങളും കുടുംബത്തിൻ്റെ അവകാശവും ആ തലമുറകളുടെ അവകാശവും പിതാവായ ദൈവത്തിൻ്റെ ശക്തമായ എല്ലാ വാഗ്ദാനങ്ങളും ഈ അബ്രാഹത്തിന് കൊടുത്ത അവന് കൊടുത്ത് അവനെ അനുഗ്രഹിക്കുകയാണ്. അവനിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദാനവും കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ സമയദൈർഘ്യം മൂലം നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ 2ാം ഭാഗം കൂടെ 27ാം അധ്യായത്തിന് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുകയും മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുകയും അവരെയും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപദേശിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.